കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ഒരു മാസത്തെ പ്രാർത്ഥനാചരണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ 29ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സർവോപരി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. പ്രാർത്ഥന എന്നത് ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാണവായുവിന് തുല്യമാണ്. നാം ശ്വസിക്കുന്നത് നമ്മോട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല. ശ്വാസം അകത്തേക്ക് എടുക്കാമോ, ശ്വാസം പുറത്തേക്ക് വിടാമോ എന്നൊന്നും നമ്മളോട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വാഭാവികമായി അവനിൽ ഉളവാകേണ്ടതാണ്. ശ്വസിക്കുവാൻ കഴിയാത്തവന് ജീവിക്കുവാൻ കഴിയാത്തതുപോലെ ആത്മീയന് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമായ ഘടകമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശക്തമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുക്കരത്തിൽ നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പ്രാർത്ഥിക്കുന്ന സമൂഹമായിരുന്നു, പ്രാർത്ഥിക്കുന്ന ജനമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആദിമസഭ ലോകത്തെ കീഴ്മേൽ മറിച്ചത്, വൻകാര്യങ്ങൾ സാധിച്ചത് പ്രാർത്ഥനയുടെ അജയ്യമായ ശക്തി കൊണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജയിലറകളെ ഭേദിക്കുന്നതായിരുന്നു പ്രാർത്ഥന. തടവറയിൽ കിടന്ന പത്രോസിനെ ആ ചങ്ങലയഴിച്ച് വാതിലുകൾ തുറന്ന് പ്രാർത്ഥനാമുറിയുടെ പടിപ്പുരവാതുക്കൽ വരെ കൊണ്ടുവന്ന് നിർത്തിയതായിരുന്നു പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുമനപ്പെട്ട് ഒരു കൂട്ടം ദൈവമക്കള് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് അവിടെ സംജാതമായത്. ഈ തലമുറയിലും അത് സംഭവിക്കേണ്ടതുണ്ട്. ഒരു കൂട്ടം ദൈവമക്കൾ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവരായി, പ്രാർത്ഥനയുടെ തീവ്രത മനസ്സിലാക്കി, പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കി, പ്രാർത്ഥനയുടെ ആഴമേറിയ അർത്ഥതലം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് കൂടി മുട്ടുമടക്കുവാൻ തയ്യാറായാൽ ആദിമ നൂറ്റാണ്ടിൽ സംഭവിച്ചതും ആദിമ സഭയിൽ സംഭവിച്ചതും ഈ പുതിയ തലമുറയിലും ഈ പുതിയ യുഗത്തിലും നമ്മുടെ ഇടയിലും നിറവേറപ്പെടുവാൻ ഇടയാകും. അതിന് കർത്താവ് തൻ്റെ കൃപയാലും ശക്തിയാലും നമ്മെ നിറയ്ക്കുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, നെഹമ്യാവിൻ്റെ ജീവിതവും നെഹമ്യാവിൻ്റെ സേവനവും നെഹമ്യാവിൻ്റെ ശുശ്രൂഷയും ഒക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശൂഷൻ രാജധാനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നെഹമ്യാവ്. രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ് എന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ ചില സവിശേഷതകൾ ആണ് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെഹമ്യാവ് എപ്പോഴാണ് പ്രാർത്ഥിച്ചത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയുടെ അനന്തരഫലം എന്തായിരുന്നു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയട്ടെ, സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.
ഇവിടെ നാം ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് നെഹമ്യാവ് ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തിയിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഒരുക്കം നെഹമ്യാവിനുണ്ടായിരുന്നു. മൂന്നാമതായി, നെഹമ്യാവിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. 4, നെഹമ്യാവിൻ്റെ പ്രാർത്ഥന അനുതാപത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു, ഏറ്റുപറച്ചിലിൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ആവശ്യമായ 4 ഘടകങ്ങളെ നമുക്ക് നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പ്രത്യേക സ്ഥലം നെഹമ്യാവ് അതിനു വേണ്ടി കണ്ടെത്തി. ആമേൻ. രണ്ടാമത്, ഒരു പ്രത്യേക ഒരുക്കം നെഹമ്യാവിനുണ്ടായിരുന്നു. മൂന്നാമത്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു അവൻ്റെ പ്രാർത്ഥന. നാലാമത്, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു നെഹമ്യാവിൻ്റെ പ്രാർത്ഥന എന്ന് നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എവിടെയായിരുന്നു നെഹമ്യാവ് പ്രാർത്ഥനയ്ക്കായിട്ട് തയ്യാറായത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞ് കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഇരുന്നു കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. പ്രാർത്ഥനയ്ക്ക് ഒരു ആന്തരിക ഒരുക്കം വളരെ അത്യാവശ്യമാണ്. വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ശരീരത്തെയും മനസ്സിനെയും സാഹചര്യങ്ങളെയും ഒരുക്കിയെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്തുവാനായി കഴിയും. ദ്രുതഗതിയിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ച് വേഗത്തിൽ എഴുന്നേറ്റു പോകുന്നതാകരുത് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ മുമ്പിലുള്ള വിഷയത്തിൻ്റെ ഗൗരവം എത്രയോ അത്രത്തോളം നാം നമ്മെ തന്നെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. നെഹമ്യാവ് യെരുശലേമിലെ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയും യെരുശലേം പട്ടണത്തിൻ്റെ അവസ്ഥയും ഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ ഇരുന്ന് കരഞ്ഞു. ആ കരച്ചിൽ കുറേ നാൾ നീണ്ടു നിന്നു എന്നാണ്. ആ കരച്ചിൽ ദുഃഖമുണ്ടായിരുന്നു, അനുതാപമുണ്ടായിരുന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് ഒരു ഒരുക്കം. ആ ഇരിപ്പിന് കുറേ നാൾ ഇരിക്കുവാനും കുറേ നാൾ കരയുവാനും ഒക്കെ ആയിട്ട് ഒരു ഒരുക്കം ആവശ്യമാണ്. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നാമത് നമ്മുടെ ശരീരത്തെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ഒരു ഘടകമാണ്. ദൈവത്തിന് നാം ദൈവത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്നവനുണ്ടാകേണ്ടുന്നൊരു ബോധ്യമുണ്ട്. എൻ്റെ പ്രാർത്ഥന വെറുതെ ആകാശത്തേക്ക് മുട്ടിയുരുട്ടി യുദ്ധം ചെയ്യുന്നത് പോലെയല്ല. കുറെ വാക്കുകൾ പ്രാസമൊപ്പിച്ച് പറയുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. കുറെ അട്ടഹസിച്ചും കുറെ ബഹളം വെച്ചും കുറെ ഒച്ചപ്പാടുണ്ടാക്കിയും കുറെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതൊന്നുമല്ല പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുകയാണ്. നമ്മൾ അങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞത് എന്തെന്നാൽ, കേൾക്കുവാൻ ദൈവം തയ്യാറായിട്ടുണ്ട്. സംസാരിക്കുവാൻ നമ്മളും തയ്യാറാകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിശ്ചയമായിട്ടും ഒരു ഒരുക്കം ആവശ്യമാണ്. കാരണം സംസാരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തോടാണ്, സർവശക്തനായ ദൈവത്തോടാണ് പ്രാർത്ഥനയിൽ നമ്മൾ സംസാരിക്കുന്നത്. അത് കേവലം ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലോ, ഒരു അയൽവക്കക്കാരനോട് സംസാരിക്കുന്നത് പോലോ, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയല്ല. മറിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, സകലത്തെയും മുൻകൂട്ടി അറിയുന്ന സർവശക്തനോടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഞാൻ എന്നെ വളരെ ഒരുക്കേണ്ടതുണ്ട്. എൻ്റെ ഹൃദയത്തെ ഒരുക്കേണ്ടതുണ്ട്, എൻ്റെ മനസ്സിനെ ഒരുക്കേണ്ടതുണ്ട്,
എൻ്റെ ശരീരത്തെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒന്നാമതായിട്ട് ആവശ്യമായ ഘടകമാണ് ഉപവസിക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ശരീരത്തെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുക. പ്രാർത്ഥനയുടെ ഏകാഗ്രത കെട്ടുപോകാതെ, പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു പോകാതെ, പ്രാർത്ഥനയുടെ തീവ്രത നശിച്ചു പോകാതെ, പ്രാർത്ഥനയിലെ ഉറ്റിരിപ്പ് മാറിപ്പോകാതെ നിരന്തരമായിട്ട് ഏതൊരു വിഷയമോ ആ വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ആദിമസഭയുടെ പ്രാർത്ഥനയെ നമ്മൾ വായിക്കുന്നത് സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നത് തന്നെയാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന്. അത് ഏകാഗ്രതയുള്ള പ്രാർത്ഥനയെന്നോ തീവ്രതയുള്ള പ്രാർത്ഥനയെന്നോ വിഷയത്തിൻ്റെ ആഴം ഗ്രഹിച്ചുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോ എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയും. നെഹമ്യാവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന 5-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് ഏറ്റുപറയുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ദൈവത്തിന് കൊടുത്തു വേണം പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ ആവശ്യങ്ങൾ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് പോരുന്നതല്ല പ്രാർത്ഥന. നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ യാചനകൾ നമ്മൾ അറിയിക്കുന്നത് ആരോടാണ് എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടെ വേണം സംസാരിക്കുവാൻ. അങ്ങനെ സംസാരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായി കഴിയണം. ഇവിടെ നെഹമ്യാവ് സംബോധന ചെയ്യുന്നു, സ്വർഗത്തിലെ ദൈവമേ, സ്വർഗസ്വനായ ദൈവമേ എന്ന്. മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാകണം പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ദൈവത്തിന് എന്തുമാത്രം മഹത്വം നമ്മൾ കരയേറ്റുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ യാചന കേൾക്കുന്ന, നമ്മുടെ നിലവിളി കേൾക്കുന്ന, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന, നമ്മുടെ ആകുലങ്ങൾ അറിയുന്ന ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിൽ അനിവാര്യമായി ഉണ്ടായിരിക്കുന്ന മറ്റൊരു ഘടകമാണ് ഏറ്റുപറച്ചിൽ. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിലെ പോരായ്മകൾ, കുറവുകൾ, ലംഘനങ്ങൾ എന്നൊക്കെ നിസ്സാരമായി പറഞ്ഞു വിടുകയല്ലായിരുന്നു, മറിച്ച് അതിനെ അത് പാപമായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ടാണ് നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ ആ പാപത്തിൻ്റെ കുറ്റബോധം സ്വയം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു നെഹമ്യാവ് പ്രാർത്ഥന ആരംഭിച്ചത്. നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നത് നമ്മൾ സ്വയം നീതീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന നമുക്കറിയാം. പരീശൻ അവനെ തന്നെ നീതീകരിച്ച്, അവനെ തന്നെ മഹത്വീകരിച്ച്, അവനെ ഏറ്റവും ഉയർത്തിപ്പിടിച്ച് മറ്റവനുമായി തന്നെ താരതമ്യം ചെയ്ത് താൻ എന്തോ മഹാനാണ് എന്ന വ്യാജേന പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയല്ല ദൈവം കൈക്കൊണ്ടത്, മറിച്ച് മാറത്തടിച്ച് ഞാൻ പാപിയായൊരു മനുഷ്യനാണെന്ന് ഏറ്റുപറയുന്നവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം അംഗീകരിച്ചത് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ നെഹമ്യാവ് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തവരാണ്, ഞാൻ പാപം ചെയ്തു, എൻ്റെ പിതൃഭവനവും പാപം ചെയ്തു. ഏറ്റവും വഷളത്വമായതാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഞങ്ങൾ ഇതിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചിട്ടില്ല. എന്നും
അവൻ ഏറ്റുപറയുന്നു. കർത്തൃസന്നിധിയിലെ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ അനുതാപവും ഈ ഏറ്റുപറച്ചിലും ഒക്കെ വളരെ അത്യാവശ്യമായ സംഗതികളാണ്. ഇതൊന്നുമില്ലാത്ത നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഉത്തരം കൊണ്ടുവരുവാൻ പര്യാപ്തമല്ലാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉത്തരമില്ലാത്ത കുറേ ആവശ്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് മാത്രമായിട്ട് അവശേഷിച്ചു പോകുമ്പോൾ സ്നേഹത്തോടു കൂടി ഓർപ്പിക്കട്ടെ, തിരിച്ചറിയേണ്ടതുണ്ട്, പ്രാർത്ഥനയിൽ ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. തെറ്റുകൾ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. പാപം ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. പാപം ചെയ്തു എന്ന് സമ്മതിക്കേണ്ടത് ആവശ്യമാണ്. വഷളത്വമാണ് ഞങ്ങൾ ചെയ്തതെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ചെയ്തുമില്ല, പ്രമാണിച്ചില്ല, വിട്ടു നടന്നു എന്നൊക്കെ സമ്മതിക്കേണ്ടത് ആവശ്യമാണ്. നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ കൊണ്ടിരുന്ന 1-2 ഘടകങ്ങൾ കൂടി 4 പ്രധാന ഘടകങ്ങൾ കൂടെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തെ ആധാരമാക്കിയാണ്. കർത്താവിന് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ വിശ്വാസം വളരെ അനിവാര്യമായ ഘടകമാണ്. പ്രാർത്ഥനയിൽ വിശ്വാസത്തെ മാറ്റി നിർത്തിയാൽ പ്രാർത്ഥന വെറും 0 ആയിട്ട് മാറും. വിശ്വാസം എന്നതോ കാത്തിരിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ആ വിശ്വാസമാണ് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എലിയാവ് കർമ്മേലിൽ പ്രാർത്ഥിക്കുവാൻ മുഴങ്കാലിനിടയിൽ തലയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞു വിട്ടേച്ച് ചോദിക്കുന്നുണ്ടോ, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന്. അവൻ പറയുന്ന മറുപടി, ഒന്നും കാണുന്നില്ല. എലിയാവ് പ്രാർത്ഥന തുടരുന്നു. രണ്ടാമതും തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞു വിടുന്നു. അപ്പോഴും ആൻസർ നോ എന്നാണ്. മൂന്നാമത്തെയും മറുപടി നോ എന്നാണ്. നാലാമതേയും ലഭിക്കപ്പെടുന്ന മറുപടി ഒന്നും കാണുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി, ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നോ നോ നോ, ഒന്നുമില്ല എന്നാ കാണുന്നതെങ്കിൽ നാം ഒക്കെ അവിടെ വെച്ച് പ്രാർത്ഥന നടത്തും. 1 തവണ പ്രാർത്ഥിച്ചു, 2 തവണ പ്രാർത്ഥിച്ചു, 3 തവണ പ്രാർത്ഥിച്ചു, 4-മതെയും പ്രാർത്ഥിക്കുന്നു, മറുപടി ഒന്നുമില്ലെങ്കിൽ അവിടെ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഫുൾ സ്റ്റോപ്പ്. അവിടെ നമ്മുടെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കും. നമ്മൾ പറയും, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇത് ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നു, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ തന്നെ അതിന് വിധി എഴുതുമ്പോൾ എലിയാവ് നിർത്തിയില്ല. 7-മത്തെ തവണ അവൻ വന്നു പറയുന്നു, ബാല്യക്കാരൻ വന്നു പറയുന്നു, കൈപ്പത്തി പോലെ ഒരു മേഘം ഞാൻ കാണുന്നു എന്ന്. എന്താ പ്രാർത്ഥന? ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ കാണുന്നത് വരെ തുടരേണ്ടതാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന സുപ്രധാനമായൊരു ഘടകം കൂടെയാണ് വിശ്വാസം എന്നുള്ളത്. നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ ഈ വിശ്വാസം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4 കാര്യങ്ങളിലൂടെ ഇതോടനുബന്ധിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ 1, കാത്തിരിക്കുന്ന വിശ്വാസം, ഫെയ്ത്ത് ടു വെയിറ്റ്. 2, ചോദിക്കുന്നതിനുള്ള വിശ്വാസം, ഫെയ്ത്ത് ടു ആസ്ക്. 3, പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിശ്വാസം, ഫെയ്ത്ത് ടു എൻകറേജ് അതേഴ്സ്. 4, വെല്ലുവിളിക്കുവാനുള്ള വിശ്വാസം, ഫെയ്ത്ത് ടു ചലഞ്ച് എനിമി. ഈ 4 സവിശേഷതകൾ നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 1, കാത്തിരിക്കുന്ന വിശ്വാസം.
2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞ് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. നെഹെമ്യാവ് കുറേ നാൾ ഉപവസിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കുറേ നാള് അവൻ ഉപവസിക്കുമ്പോഴും രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഇങ്ങോട്ടുണ്ടാകണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് നെഹെമ്യാവ് കുറേ നാൾ കരഞ്ഞും ദുഃഖിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഇരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് നെഹെമ്യാവ് ചാടി പുറപ്പെട്ട് യെരൂശലേമിലേക്ക് പോകുകയല്ല. അതിന് പിന്നിൽ ദീർഘനാളുകൾ അവൻ കാത്തിരുന്നു. രാജാവ് തന്നോട് എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത് എന്നറിയുവാൻ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നീ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എലിയാവ് കാത്തിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ കാത്തിരിക്കണം. സ്വർഗം നമ്മോട് ഇടപെടുന്നത് വരെയും, ദൈവം നമ്മോട് സംസാരിക്കുന്നത് വരെയും, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വർഗം ചോദിക്കുന്നത് വരെയും, നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് വരെയും കാത്തിരിക്കുവാനുള്ള തയ്യാറെടുപ്പുണ്ടാകേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയമല്ല. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മറുപടി ലഭിച്ചെന്ന് വരത്തില്ല. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല. നാം ആഗ്രഹിക്കുന്ന സമയത്ത് നന്മ പ്രാപിച്ചെന്ന് വരത്തില്ല. ദൈവം അതിനൊരു സമയവും, ദൈവം അതിനൊരു കാലഘട്ടവും, ദൈവം അതിനൊരു തീയതിയും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ അതുവരെയും ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. 2, ചോദിക്കുന്നതിനുള്ള വിശ്വാസം. രാജാവ് അവനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ രാജാവിനോട് പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീവന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ? രാജാവിനോട് ഇതിൻ്റെ അപേക്ഷ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. ചോദിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണെന്ന് നെഹെമ്യാവിനറിയാം. ഇതൊരു സാധാരണ വിഷയത്തിന് വേണ്ടിയുള്ള ചോദ്യമല്ല. രാജാവ് അവനെ എല്ലാ അനുമതിയോടും കൂടെ യെരൂശലേമിലെ തകർന്നു കിടക്കുന്ന മതിലുകൾ പണിയുവാനും കല്ലറകൾ പണിയുവാനും പട്ടണം പണിതുയർത്തുവാനുമായിട്ട് അനുവദിച്ചുകൊണ്ട് അവനെ നിയോഗിച്ച് അയക്കണം. ആ നിയോഗത്തിന് വേണ്ടി ചോദിക്കുവാൻ അവൻ വിശ്വാസത്താൽ തയ്യാറായി. എന്ന് പറഞ്ഞാൽ നെഹെമ്യാവിന് ബോധ്യപ്പെട്ടു, ഞാൻ ചോദിച്ചാൽ രാജാവ് എൻ്റെ ആവശ്യം നിഷേധിക്കത്തില്ല, അവൻ അതിനുള്ള അനുവാദം എനിക്ക് തരും. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. രാജ്യങ്ങളെയും ദേശങ്ങളെയും പട്ടണങ്ങളെയും ഒക്കെ അവകാശമായി ചോദിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. പ്രാർത്ഥനയുടെ ശക്തി നമ്മിൽ രൂഢമാകുമ്പോൾ, പ്രാർത്ഥനയുടെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ ദൈവത്തോട് വ്യക്തമായി ചോദിക്കേണ്ടിയിരിക്കുന്നു. അത് വിശ്വാസത്താലുള്ള ചോദ്യമാകേണ്ടതുണ്ട്. നെഹെമ്യാവ് ദൈവത്തോട് ചോദിച്ചു. 3-ാമതായിട്ട് പ്രോത്സാഹിപ്പിക്കുവാനുള്ള വിശ്വാസമെന്ന് 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. നെഹെമ്യാവിൻ്റെ വിശ്വാസം എന്തായിരുന്നു? പ്രോത്സാഹിപ്പിക്കുവാനുള്ള വിശ്വാസം. അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ മനസ്സിലാക്കേണ്ടതുണ്ട്, നാം അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യപ്പെടുത്തേണ്ടവരാണ്. എന്ത്? ആമേൻ. നെഹെമ്യാവ് ഈ വർത്തമാനം അവരോട് പറഞ്ഞു,
ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായിരിക്കുന്നു എന്ന വസ്തുതയും അവർ ഗ്രഹിച്ചപ്പോൾ നാം എഴുന്നേറ്റ് പണിയുക. ഈ തലമുറയ്ക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു പണി ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പരസ്പരം എൻകറേജ് ചെയ്ത് ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ഞാൻ ഈ സന്ദേശം കൂടി അവസാനിപ്പിക്കട്ടെ. 4, വെല്ലുവിളിക്കുവാനുള്ള വിശ്വാസം. 20 വാക്യത്തിൽ അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ശത്രുവിനെ നോക്കി സൻബല്ലത്തും തോബിയാവും യഹൂദ പ്രഭുക്കന്മാരും ആ പണിയെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവരെ നോക്കി വെല്ലുവിളി മുഴക്കിക്കൊണ്ട് നെഹമ്യാവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും. ഈ ദിവസങ്ങളിൽ ശത്രുവിനെ നോക്കി നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയണം. പ്രാർത്ഥിക്കും ദൈവ പൈതലേ, പ്രാർത്ഥനയെ തകിടം മറിച്ച് കളയുന്ന, ദൈവിക പ്രവൃത്തികളെ നിർമൂലമാക്കി കളയുന്ന, ഒന്നും നടക്കത്തില്ലെന്ന് വാദിക്കുന്ന ഒരു ശത്രു നമുക്കെതിരെ ശബ്ദമുയർത്തി നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ ശത്രുവിനോട് നമുക്ക് പറയുവാൻ കഴിയണം, വെല്ലുവിളിച്ചുകൊണ്ട് പറയുവാൻ കഴിയണം, കാര്യങ്ങൾ സാധിപ്പിക്കുന്ന ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന്. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയിലെ ഈ ആത്മീയ ശീലങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെയും ഘടകങ്ങളും ശീലങ്ങളുമാക്കി മാറി ശക്തരായ പ്രാർത്ഥനയുടെ വക്താക്കളായി തീരുവാൻ സർവശക്തനായ ദൈവം ഈ ആലോചനകളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.